റിപ്പയർ ചെയ്യുകയും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്യും. ഈ ഒരു നോമ്പ് കാലം കൊണ്ടുള്ള മറ്റൊരു ഗുണം എന്താണെന്നറിയോ? ഇത് നമ്മുടെ ശരീരത്തിൽ അമിതവണ്ണം വരുന്നത് തടയുന്ന, മെറ്റബോളിക് സിൻഡ്രോം വരുന്നത് തടയുന്ന, പ്രമേഹം വരുന്നത് തടയുന്ന പ്രോട്ടീനുകളെ അപ്പ് റെഗുലേറ്റ് ചെയ്യുമെന്നുള്ളതാണ്. അവയൊക്കെ കൂടുതൽ എനർജൈസ്ഡ് ആക്കും എന്നുള്ളത്. ഈ റമദാൻ മാസത്തിലെ ഫാസ്റ്റിംഗ് കൊണ്ടുള്ള മറ്റൊരു ഗുണം എന്താണെന്നറിയോ? ഇത് നമ്മുടെ ശരീരത്തിൽ ശേഖരിക്കപ്പെട്ട കൊഴുപ്പിനെ കത്തിച്ച് കളയാനുള്ളൊരു അവസരം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ ശരീരത്തിലെ മസിൽ മാസ് പോവുകയില്ല, എന്നാൽ നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പ് അങ്ങ് കത്തിപ്പോവുകയും ചെയ്യും. ഇത് നമ്മുടെ വെയിറ്റ് കുറക്കാൻ വേണ്ടി സഹായിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ചില ആൾക്കാർക്കൊക്കെ ഇതിൻ്റെ ബെനിഫിറ്റ് നഷ്ടപ്പെടുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നോമ്പ് തുറന്നു കഴിഞ്ഞാൽ പിന്നെ ആവശ്യത്തിലേറെ ഭക്ഷണം കഴിച്ച് ഈ ഒരു ബെനിഫിറ്റ്സ് കളയുന്ന കുറേ ആൾക്കാരുണ്ട്. അവരെ കാര്യമല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. മിതത്വം പാലിച്ചുകൊണ്ട് നോമ്പിൻ്റെ മര്യാദകൾ അതിനനുസരിച്ച് പുലർത്തിക്കൊണ്ട് നോമ്പെടുക്കുന്ന ആൾക്കാർക്ക് ഇതിൻ്റെ ബെനിഫിറ്റ് കിട്ടും. അല്ലാതെ നോമ്പാന്ന് പറഞ്ഞിട്ട് പ്രവാചക ചര്യക്കൊക്കെ വിരുദ്ധമായി കൊണ്ടൊക്കെ ഒരുപാട്